Amen. So, good evening, brothers and sisters. It's a great joy to see many of you joining regularly to attend these classes. I hope it will be helpful even today. വളരെ സന്തോഷമുണ്ട്. അനേക ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഇത് കൂടുതൽ ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പഠിച്ചു വരുന്ന ഈ സീരീസ് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എങ്ങനെ അറിയാം എന്നുള്ളതിനെ കുറിച്ചും എങ്ങനെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഒന്ന്, ആരാണ് പരിശുദ്ധാത്മാവെന്ന് പഠിച്ചു. പരിശുദ്ധാത്മാവിന്റെ ഫലം എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ അല്ലെങ്കിൽ ദാനങ്ങൾ, അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. ആമേൻ. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്, ആത്മാവിനാൽ എങ്ങനെ നിറയപ്പെടാം എന്നുള്ളതാണ്. സോ ദിസ് ഇസ് എ ടേം ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ ബൈബിൾ, ബീങ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. ആമേൻ. അപ്പൊ അത് എന്താണ്, എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിക്കാം. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അടുത്ത ആഴ്ചത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഹൗ ടു ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ ഈ ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റും ലെഡ് ബൈ ദ സ്പിരിറ്റും ഓൾമോസ്റ്റ് സെയിം ആണെന്ന് പറയാം. അപ്പോൾ അത് കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അടുത്ത ആഴ്ച റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് നമ്മൾ ഈ 2 കാര്യങ്ങൾ ഉൾപ്പെട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നിറയപ്പെടാം, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ബൈബിളിൽ പല ആൾക്കാരെ കുറിച്ചും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലാണെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 67-ാമത്തെ വാക്യത്തിൽ സ്നാപയോഹന്നാന്റെ പിതാവായ സക്കറിയായെ കുറിച്ച് പറയുന്നു. ഇതിലിങ്ങനെ പറയുന്നത്, അവന്റെ അപ്പനായ സക്കറിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത് എന്ന് പറയുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിട്ട് സക്കറിയ പ്രവചിച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കറിയാം, പഴയ നിയമത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, പ്രവാചകന്മാരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാൽ അവർക്ക് വലിയ പ്രവചനങ്ങൾ, വരാൻ പോകുന്ന അനേകം കാര്യങ്ങൾ പ്രവചിക്കാൻ അവർക്ക് സാധിച്ചത്. അപ്പൊ പുതിയ നിയമത്തിലെ ആദ്യത്തെ പ്രതിപാദിക്കുന്ന വ്യക്തി ഇദ്ദേഹമാണ് സക്കറിയ. രണ്ടാമതൊരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് സ്നാപയോഹന്നാനെ കുറിച്ച് നമ്മൾ കാണുന്നത് എന്താണ്? ലൂക്ക 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഹി വിൽ ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഈവൻ ബിഫോർ ഹി ഈസ് ബോൺ. അതാണ് ദൂതൻ പറഞ്ഞത്. ഓക്കെ, അതായത് അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും എന്ന് ലൂക്ക 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയും. അതുപോലെ അപ്പോസ്തലന്മാരെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 2-ല് പെന്തക്കോസ്ത് നാളില് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 2-ാമത്തെ അധ്യായം 3-4 വാക്യത്തിലാണ്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾക്ക് അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആമേൻ. അപ്പൊ അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും ഇതാണ്, അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു എന്നുള്ളതാണ്. അതുപോലെ 4-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പത്രോസ് പ്രസംഗിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട്, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്ത ആൾക്കാരോട് സംസാരിച്ചപ്പോഴെങ്ങനെയായിരുന്നു എന്നുള്ളത് 4-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു. Then Peter filled with the Holy Spirit said to them, rulers of the people and elders. അതായത് പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത് ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ എന്ന്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 6-ല് 3-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വിധവകൾക്ക് ഭക്ഷണം വിളമ്പതിനായിട്ട് ആ സഭയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളിലൊക്കെ കാരണം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അപ്പോസ്തലന്മാരെ 7 പേരെ തിരഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞു. ആ 7 പേര് എങ്ങനെയുള്ളവരായിരിക്കണം? വെറും വിധവകൾക്ക് ഭക്ഷണം വിളമ്പാൻ വേണ്ടി പോലും തെരഞ്ഞെടുത്ത വ്യക്തികൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് അവർ പറഞ്ഞു. അതെന്തായിരുന്നു? അങ്ങനെയാണ് 6-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം. ആമേൻ. അപ്പോൾ എങ്ങനെയുള്ളവരായിരിക്കണം? സഭയിൽ ഏത് കാര്യത്തിലും, നിസാര കാര്യങ്ങളിൽ പോലും സെർവ് ചെയ്യേണ്ടവർ എങ്ങനെയുള്ളവരായിരിക്കണം? ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരായിരിക്കണം. അപ്പൊ അങ്ങനെയാണ് ആ 7 പേരെയും അവർ തിരഞ്ഞെടുത്തത്. ആത്മാവിൽ നിറഞ്ഞവരായിട്ടുള്ളവരെയാണ് ആ കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അതുപോലെ 11-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ ബാർണബാസിനെ കുറിച്ച് പറയുന്നു. ബാർണബാസ് വാസ് എ ഗുഡ് മാൻ ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഫെയ്ത്ത്. അല്ലെങ്കിൽ മലയാളത്തിൽ അവൻ ബാർണബാസ് എന്ന് എഴുതിയിട്ടില്ല അവിടെ, അതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു.
ഏമേ. അപ്പൊ അങ്ങനെ ബർണബാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയണം. ഇതിനു മുമ്പ് പഠിച്ച ഉദാഹരണങ്ങൾ നോക്കിയാൽ ഇവരൊക്കെയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലും എന്തൊക്കെ സംഭവിച്ചു, അവരെങ്ങനെ ദൈവത്തെ സേവിക്കാനായിട്ട് സാധിച്ചു നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഇന്ന് നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ ശിഷ്യന്മാരെ കുറിച്ച് സഭ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് എഫേസ്യരുടെ ലേഖനത്തിൽ പൗലോസ് എഴുതിയ കാര്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ വായിക്കാം. 15 മുതൽ 20 വരെ. Ephesians chapter 5. Be careful then how you live, not as unwise but as wise, making the most of every opportunity because the days are evil. Therefore, do not be foolish, but understand what the Lord's will is. Do not get drunk on wine, which lead to debauchery. Instead, be filled with the Spirit, speaking to one another with psalms, hymns, and songs from the Spirit. Sing and make music from your heart to the Lord, always giving thanks to God the Father for everything in the name of our Lord Jesus Christ. മലയാളത്തിൽ ഇങ്ങനെ പറയുന്നു, എഫേസ്യർ 5-ാം അധ്യായം 15 മുതൽ 20 വരെ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്ര നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമായതിനാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എപ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പൻ. ആമേൻ. സോ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിട്ടുള്ള ആൾക്കാരുടെ ഉദാഹരണങ്ങളാണ്. അത് ഇവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് നമ്മൾ മുമ്പേ പഠിച്ചതുപോലെ നമ്മൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്ന പോലെ എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് ലഭിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ തുടങ്ങിയ ശിഷ്യന്മാരോട് അവർക്ക് വേണ്ടി കൊടുത്ത ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷനാണ്. അപ്പൊ ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കാര്യം 18-ാമത്തെ വാക്യത്തിൽ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അത് ദുർനടപ്പിനിടയാകും. ആത്മാവ് നിറഞ്ഞവരായി, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും പറയാൻ എന്താണ് കാരണം? ഒരു കമ്പാരിസൺ പോലെയാണ്. വീഞ്ഞു കുടിച്ച് മത്തരാകുന്നതും ആത്മാവ് നിറഞ്ഞവരാകുന്നു. വീഞ്ഞു കുടിച്ച് മത്തരായാൽ പാപമേ അതിൽ നിന്ന് ഉടലെടുക്കുള്ളൂ, കാരണം ദുർനടപ്പുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നേരെ തിരിച്ച് നന്മകളാൽ നിറഞ്ഞവരായി നമ്മൾ തീരണമെങ്കിൽ നമ്മൾ ആത്മാവിനാൽ നിറഞ്ഞവരായി തീരണം. ആമേൻ. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ ആത്മാവ് നിറഞ്ഞവരായി തീരണം എന്നുള്ളതാണ്. അപ്പൊ ഇതിങ്ങനെ പറയാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? നമ്മളൊരു കാര്യം നോക്കാം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2 നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തലന്മാർക്ക് മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവര് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അന്യഭാഷയിൽ സംസാരിക്കാൻ സാധിച്ചു. അതായത് അവരുടെ ഭാഷയിൽ തന്നെയാണ് അവർ സംസാരിച്ചത്. പക്ഷെ കേട്ടവർക്കെല്ലാം അവരവരുടെ ഭാഷകളിൽ കേൾക്കാനും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ആണ് ആയിരക്കണക്കിന് ആൾക്കാർ അന്ന് തന്നെ ശിഷ്യന്മാരായി തീരാനും സ്നാനപ്പെടാനും സാധിച്ചു. ആമേൻ. അപ്പൊ അത് കേട്ട ആൾക്കാർ, ചില ആൾക്കാർ അവരെ കളിയാക്കി പറഞ്ഞത് എന്തായിരുന്നു? 2-ാമത്തെ അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ അവർ പറയുന്നു, some however made fun of them and said they have had too much wine. അതായത് ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. അപ്പൊ നോക്കുക, ഇവിടെ വീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരെ കണ്ടപ്പോൾ പറയാൻ കാരണം എന്താണ്? അതതിനെ കുറിച്ചാണ്, ആ കമ്പാരിസൺ ആണ് ഇവിടെ അപ്പോസ്തല പ്രവൃത്തി നമ്മളിപ്പോ എഫേസ്യർ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അത് ദുർനടപ്പിനിടയാകും, പകരം ആത്മാവ് നിറഞ്ഞവരായി തീരണം. ആമേൻ. അപ്പൊ എന്താണ് സംഭവിച്ചത്? എന്താണ് ഇവിടെ നടന്ന കാര്യം? ഒരു കാര്യം, അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ആത്മാവിനാൽ നിറഞ്ഞവരായാൽ ആത്മാവിനാൽ നിറഞ്ഞവരാകുന്നതും വീഞ്ഞു കുടിച്ച് മത്തരാകുന്നതും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. എന്താണ്? ഒരു കാര്യത്തിൽ നോക്കിയാൽ വീഞ്ഞു കുടിച്ച് മത്തരാകുന്നവർക്ക് എന്ത് സംഭവിക്കും? വീഞ്ഞ് അല്ലെങ്കിൽ സ്പിരിറ്റ്, അതിനും സ്പിരിറ്റ് എന്നാണ് ആൾക്കാർ പറയുന്നത് അല്ലെ. സ്പിരിറ്റ് അവരുടെ സ്പിരിറ്റിന്റെ കൺട്രോളിൽ അവരാകുമ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് ഭയമില്ലാതാകും, തോന്നുന്നതെല്ലാം വിളിച്ചു പറയും.
ഇല്ലേ? അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അവരൊക്കെ ചെയ്യും, ധൈര്യത്തോട് ചെയ്യും, ആരെക്കുറിച്ച് ഭയം ഉണ്ടാകത്തില്ല, ഭയം പോകും എന്ന് പറഞ്ഞു. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? തെറ്റായ കാര്യങ്ങളാണ് അവര് ചെയ്യുക. ചീത്തയായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുകയും മറ്റുള്ളവരെ ചിലപ്പോൾ ഉപദ്രവിക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരും. അത് പാപത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അതുപോലെ പക്ഷേ നേരെ തിരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായ, ശരിയായ സ്പിരിറ്റിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞവരായാൽ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഇവരെ കണ്ടപ്പോൾ ഇവര് പൊതുവീഞ്ഞ് കുടിച്ചവരാണെന്ന് കളിയാക്കാൻ കാരണം എന്താണ്? കാരണം മദ്യപിച്ചിരിക്കുന്നവരെ പോലെ അതിനേക്കാൾ ഉപരിയായിട്ട് ധൈര്യത്തോടെ, വളരെ ശക്തമായിട്ട്, ഉത്സാഹത്തോടെയും, ഭയങ്കരമായിട്ടുള്ള ഉത്സാഹത്തോടെയും അവർ യേശുവിനെ കുറിച്ച് ഇവിടെ പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. ഏമേൻ. അപ്പൊ അതാണ് ആത്മാവിനാൽ നിറഞ്ഞവരുടെ ഒരു ലക്ഷണം. എന്താണ്? അവർക്ക് യാതൊരു ഭയം ഉണ്ടാവത്തില്ല. they will be totally out of themselves. നമ്മൾ അങ്ങനെ ഒരു ഇംഗ്ലീഷിൽ ഒരു യൂസേജ് ഉണ്ട്, ഔട്ട് ഓഫ് യുവർ സെൽഫ്, ഔട്ട് ഓഫ് themselves എന്ന് വെച്ചാൽ എന്താണ്? നമ്മള് വി ആർ നോട്ട് അവർ സെൽസ് എനിമോർ. നമ്മളിൽ പ്രവർത്തിക്കുന്ന ആത്മാവാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ എന്നുള്ളത് നമ്മുടെ ഒരു സാധാരണ വ്യക്തിത്വം മാറിയിട്ട് പകരം പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മളെ ഉപയോഗിക്കണമോ ആ രീതിയിൽ നമ്മളെ ഉപയോഗിക്കുന്നവരായി തീരും. അപ്പോഴെന്ത് പറ്റും? നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ പറയുന്ന രീതിയിലോ സംസാരിക്കുന്ന രീതിയിലോ പ്രവർത്തിക്കുന്ന രീതിയിലോ ആയിരിക്കത്തില്ല, അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ സംസാരിക്കുന്നവരും ആയിത്തീരും. ആമേൻ. അപ്പൊ അതാണ് സംഭവിക്കുക. നമ്മൾ മുമ്പ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, പരിശുദ്ധാത്മാവ് നമ്മൾക്കുള്ളിൽ വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ സാധിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു. നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, യേശു പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കും എന്നെല്ലാം നമ്മൾ പഠിച്ചു. അപ്പൊ ഇവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, അപ്പോസ്തലന്മാരെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞാണ്, അവർ ഭയമുള്ളവരായിരുന്നു, ഭീരുക്കളായിരുന്നു, അവർക്ക് അറിവില്ലായിരുന്നു, അവർക്ക് യേശു പല ഉപമകൾ പറഞ്ഞപ്പോഴും പോലും അത് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. യേശു മരിക്കണം, ഉത്ഥാനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. യേശു പഴയ നിയമത്തിലെ പല വചനങ്ങളും കോട്ട് ചെയ്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ട് അവർക്ക് അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്പൊ നോക്കുക, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, അവരിൽ നിറഞ്ഞപ്പോൾ അവരെങ്ങനെയുള്ളവരായി തീർന്നു? പരിപൂർണമായിട്ടുള്ള ധൈര്യം നിറഞ്ഞവരായി തീർന്നു. ഒരു മനുഷ്യനെയും ഭയപ്പെടാതെ, ഒരു ശക്തിയെയും ഭയപ്പെടാത്തവരായി തീർന്നു. വളരെ ഉത്സാഹത്തോട് സന്തോഷം നിറഞ്ഞവരായി. ഇതിനു മുമ്പ് അവർ ദുഃഖിതരായിരുന്നു യേശു പോയതിനെ കുറിച്ചോ. പക്ഷെ ഇപ്പം ദുഃഖമെല്ലാം മാറി സന്തോഷത്താൽ നിറഞ്ഞ ഉത്സാഹഭരിതരായിട്ട് മരിച്ചുയർത്തപ്പെട്ട യേശുവിനെ കുറിച്ച് ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അവർക്കില്ലാത്ത അറിവുകളെല്ലാം ഇപ്പോൾ ഉണ്ടായി. ഇപ്പൊ ഈ സമയം അവർ പ്രസംഗിക്കുന്ന സമയത്ത് തന്നെ ഇവരെ കളിയാക്കിയപ്പോൾ തന്നെ യോവലിന്റെ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്ത് അവര് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ യേശുവിനെ കുറിച്ചുള്ള സകല പ്രവചനങ്ങളും, പഴയ നിയമത്തിലുള്ള പ്രവചനങ്ങളെല്ലാം ഉദ്ധരിച്ച് അവർ പ്രസംഗിക്കാനായിട്ട്, യേശുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്, സാക്ഷ്യപ്പെടുത്താനായിട്ട് അവർക്ക് സാധിച്ചു. ഇതെല്ലാം മാനുഷികമായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ഇന്നത്തെ പോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളോ അത് നമ്മളൊന്നും ബുക്ക് നമ്മളൊരു പേജ് തിരിക്കുന്ന പോലെ അല്ല. അന്ന് അവരുടെ കയ്യിൽ ഒരു സ്ക്രോൾ പോലും ഇല്ല, ഒരു ചുരുൾ പോലും ഇല്ലാതെ വചനങ്ങൾ അത്രമാത്രം ഓർത്തിരുന്ന് പഠിപ്പിക്കാനായിട്ട് അവർക്കൊണ്ട് സാധിച്ചു. ഇതെല്ലാം അമാനുഷികമായ കാര്യങ്ങളാണ്. അതാണ് സംഭവിച്ചത്. അതാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി തീർന്നാലുള്ള ഗുണം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് നിറഞ്ഞവരായിട്ട് നമ്മൾ എങ്ങനെ ഇരിക്കണം? 19ാമത്തെ വാക്യത്തിൽ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രവും ചെയ്തു കൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പൻ. ഇതാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായവരുടെ ലക്ഷണം. ഇങ്ങനെ ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. അപ്പൊ ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പരിശുദ്ധാത്മാവിന് നമുക്ക് എല്ലാവർക്കും, നമ്മൾ സ്നാനപ്പെട്ടവരാണെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. പക്ഷെ ഈ രീതിയിലാണോ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്? നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണ്? നമ്മൾ യേശു തന്നെ പറഞ്ഞ എന്താണ്? ഔട്ട് ഓഫ് ദ ഓവർഫ്ലോ ഓഫ് ദ ഹാർട്ട് മൗത്ത് സ്പീക്സ്. വാട്ട് ഈസ് ഫിൽഡ് ഇൻ അവർ ഹാർട്ട്. നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ നിറഞ്ഞതാണ്, അത് തുളുമ്പിയിട്ടാണ് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത്. ആമേൻ. അപ്പൊ ഇവരെയൊക്കെ നോക്കിയാൽ, ഈ അപ്പോസ്തലന്മാരെ കുറിച്ചൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അവർ ഈ പറഞ്ഞ എഴുതിക്കുന്ന പൗലോസ് എഴുതിക്കുന്ന ഈ രീതിയിലാണ് അവർ ജീവിച്ചത്. ആമേൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും അവർ പരസ്പരം സംസാരിച്ചു.
പൗലോസൊക്കെ എഴുതുന്ന എഴുത്തില് നമുക്ക് കാണാൻ സാധിക്കും, ഓരോ വരിയിലും പഴയ സങ്കീർത്തനങ്ങളൊക്കെ കോട്ട് ചെയ്ത് എഴുതുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിലെ പല വചനങ്ങളും എഴുതുന്ന സമയത്ത് കോട്ട് ചെയ്ത്, അല്ലാതെ പല റെഫറൻസ് ഒന്നും എടുത്തിട്ടല്ല, എല്ലാം മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വന്നത് അപ്പോൾ എഴുതുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആമേൻ. അതുപോലെയാണ് അവർ സംസാരിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് എങ്ങനെയുള്ള ജീവിതമായിരുന്നു ഇവരുടേത്? അവര് പാടിയും കീർത്തനം ചെയ്തും, അല്ലേ, യേശുവിനെ മഹിമപ്പെടുത്തിയാണ് അനുനിമിഷം അവർ ജീവിച്ചത്. ആമേൻ. അപ്പൊ വല്ലപ്പോഴും അല്ല, എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് ജീവിച്ചു. ആമേൻ. എത്ര മഹത്തരമായ ഒരു ജീവിതമായിരിക്കും. അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ എന്ന് പറയുന്നവരുടെ ലക്ഷണം. ആമേൻ. അപ്പൊ പല ആൾക്കാരും കരുതുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ ഞാൻ ആ അത്ഭുതം ചെയ്യും, അല്ലെങ്കിൽ ഈ അത്ഭുതം ചെയ്യും, അല്ലെങ്കിൽ അശുദ്ധാത്മാക്കളെ പുറത്താക്കും, മനുഷ്യനുമായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള ചിന്തയായിരിക്കും ആൾക്കാർക്കുള്ളത്. പക്ഷെ അതല്ല. നോക്കുക, എങ്ങനെ നമ്മൾ ജീവിക്കുന്നു, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ള ദൈവത്തിന് എത്ര മഹത്വം ഉണ്ടാകുന്നു, മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള കാര്യം. ആമേൻ. അപ്പൊ ഇത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നത്. ഇതാണ് ആത്മാവ് നിറഞ്ഞവരായാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യം. ആമേൻ. അപ്പൊ അതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സോ what does that mean? Being filled with the Spirit means fully surrendering yourself to the Spirit, where Spirit is fully in control of your mind and actions. Amen. അപ്പൊ ഇതില് പഠിക്കാനായിട്ട് നമുക്ക് ഇതിന്റെ that's my main point today. Being filled with the Spirit is a life of surrender. ആത്മാവിനാൽ നിറയപ്പെടുക എന്നത് ഒരു കീഴടങ്ങിയ ജീവിതമാണ്. ആർക്ക് കീഴടങ്ങണം? പരിശുദ്ധാത്മാവിന് കീഴടങ്ങണം. സോ ആത്മാവിനാൽ നിറയുക എന്നതിന്റെ അർത്ഥം നിങ്ങളെ തന്നെ പൂർണ്ണമായി ആത്മാവിന് സമർപ്പിക്കുക എന്നതാണ്. അവിടെ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ എന്താവും? ആത്മാവ് നിങ്ങളുടെ മനസ്സിനെയും പ്രവൃത്തികളെയും ജീവിതത്തെയും പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ഒരു ജീവിതം ആയിരിക്കും. ആമേൻ. അപ്പൊ ആത്മാവായിരിക്കും നമ്മളോട് പ്രവർത്തിക്കുന്നത്. നമ്മളല്ല, ജഡമല്ല, മനുഷ്യനല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളോട് പ്രവർത്തിക്കും. നമ്മൾ അമാനുഷികമായ ഒരു രീതിയിലുള്ള ഒരു ജീവിതം ആയിരിക്കും, ദൈവികമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും നമ്മൾ ജീവിക്കുക. ആമേൻ. So one who is fully controlled by the Spirit is the one who is filled with the Spirit. അപ്പൊ ആത്മാവിനാൽ നിറഞ്ഞവർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എങ്ങനെയുള്ളവരാണ്? ആത്മാവിനാൽ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെടുന്നവനാണ് ആത്മാവിൽ നിറഞ്ഞവൻ. ആമേൻ. ആത്മാവിനാൽ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെടുന്നവൻ, അതായത് നമ്മുടെ ജീവിതത്തിലുള്ള സകല കാര്യങ്ങൾ, നമ്മുടെ ചിന്തയും പ്രവൃത്തിയും സംസാരവും ഹൃദയവും മനസ്സും ചിന്തകളും എല്ലാം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായാൽ, എന്നാൽ മാത്രമേ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ എന്ന് പറയാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് എ ലൈഫ് ഓഫ് സറണ്ടർ. അപ്പൊ ഇത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കടൽക്കരയിൽ നമ്മുടെ ബീച്ചിലൊക്കെ പോയാൽ കാണാൻ സാധിക്കും, ഒരു സൈൻ ഉണ്ടാവും ഇങ്ങനെ കൈ പൊക്കി ഇരിക്കുന്നത്. എന്താണ്? നമ്മൾ എങ്ങാനും മുങ്ങിപ്പോയാൽ, നമുക്ക് ഹെൽപ്ലെസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കൈ ഉയർത്തുക. കൈ ഉയർത്തിയാൽ എന്ത് പറ്റും? അതിന്റെ അർത്ഥം എന്താണ്? അത് സൈനാണ്. എനിക്ക് ഹെൽപ്പ് വേണം, ഞാൻ ഹെൽപ്ലെസ് ആണ്, എന്നാലൊന്നും സാധ്യമല്ല, എന്നാൽ നീന്താൻ പറ്റുന്നില്ല, എനിക്ക് ജീവൻ രക്ഷിക്കണമെങ്കിൽ എനിക്ക് മറ്റാരുടെയെങ്കിലും സഹായം വേണം എന്നുള്ളത്. അത് നമ്മൾ പരിപൂർണമായിട്ട് സറണ്ടർ ചെയ്യുന്നത്, നമ്മൾ കീഴടങ്ങുന്നതിന്റെ ഒരു സൈനാണ് കൈ ഉയർത്തുക എന്നുള്ളത്. ആമേൻ. അപ്പൊ അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും, യുദ്ധത്തിലൊക്കെ ആൾക്കാർ ആരെങ്കിലും തോക്ക് ചൂണ്ടിയാൽ എന്ത് പറ്റും? ഇവർ കീഴടങ്ങണമെന്നുണ്ടെങ്കിൽ കൈ ഉയർത്തും. അതൊരു സൈനാണ്, ഇവൻ കീഴടങ്ങുന്നു. അവന്റെ ആയുധം എല്ലാം നിലത്ത് വെച്ച് കൈ ഉയർത്തുന്നു. അപ്പൊ അവരെ ഷൂട്ട് ചെയ്യത്തില്ല. അവരെ ഒരു പ്രിസണറായിട്ട് അല്ലെങ്കിൽ അവർ സബ്മിസീവായിട്ട് അവരെ എടുക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്കൊക്കെ ഒരു ഗ്രാഹ്യം ഉണ്ടാവണം. എന്നാൽ ദൈവികമായി ജീവിക്കാൻ അസാധ്യമാണ്. ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ മാനുഷികമായ ജഡപരമായ എൻ്റെ ശക്തിയാൽ അസാധ്യമാണ്. അതുകൊണ്ട് ഞാൻ അടിയറ പറയും, ഞാൻ കീഴടങ്ങുന്നു. പരിശുദ്ധാത്മാവേ, നിന്റെ സഹായമില്ലാതെ ഒരു കാര്യവും സാധ്യമല്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് കീഴടങ്ങുന്നു എന്നുള്ള മനോഭാവമാണ് നമുക്കുണ്ടാവുന്നത്. അപ്പൊ ഒരാളിങ്ങനെ മുങ്ങാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും? ലൈഫ് ഗാർഡ് ആരെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യും? അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കും. ആമേൻ. സോ ആ ഒരു മനോഭാവം നമുക്കുണ്ട്. അപ്പൊ നമുക്കറിയാം, ഒരു ലൈഫ് ഗാർഡ് വന്നാലും, അത്ര ട്രെയിനിങ് ഒക്കെ ഉള്ള ആളാണെങ്കിലും, ഈ പറഞ്ഞ മുങ്ങുന്ന ആള് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? രക്ഷപ്പെടാനായിട്ടും അല്ലെങ്കിൽ നീന്താനായിട്ടും അല്ലെങ്കിൽ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഈ ലൈഫ് ഗാർഡിനെ കൂടെ താഴോട്ട് താഴും, രണ്ടുപേരും മരിക്കും, അല്ലേ? പകരം എന്ത് ചെയ്യണം? ഈ പറഞ്ഞ വ്യക്തി ഈ ലൈഫ് ഗാർഡിനെ രക്ഷിക്കും എന്നുള്ള വിശ്വാസത്താൽ പരിപൂർണമായിട്ട് സറണ്ടർ ചെയ്താലേ ഈ ലൈഫ് ഗാർഡിനെ ഇയാളെ രക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലത്തെ ഒരു മനോഭാവമായിരിക്കണം നമുക്ക്. എന്നാൽ ഒന്നും സാധ്യമല്ല,
എല്ലാം പരിശുദ്ധാത്മാവിനാൽ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ ചിന്തയും മനോഭാവവും ഹൃദയവും എൻ്റെ ശരീരവും അവയവങ്ങളും എല്ലാം നിയന്ത്രിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പരിപൂർണമായിട്ട് പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുന്ന ഒരു ജീവിതം, കീഴടങ്ങി സമർപ്പിക്കുന്ന ഒരു ജീവിതമാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജീവിതം. ആമേൻ. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 2 നമ്മൾ 13 മുതൽ 18 വായിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിട്ട് അപ്പോസ്തലന്മാർ എന്തൊക്കെ ചെയ്തു, എങ്ങനെയാണ് സഭ സ്ഥാപിക്കപ്പെട്ടത് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ എഫേസ്യർ 5 18 മുതൽ 17 നമ്മൾ വായിച്ച ഒരു കാര്യമാണ്. അതൊന്നുകൂടെ നമുക്ക് ഓർക്കുക. ഇങ്ങനെ ജീവിച്ചാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ സംസാരം തന്നെ, നമ്മുടെ മനസ്സ് നിറഞ്ഞതാണ് വായിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പൊ നമ്മുടെ സംസാരം തന്നെ എങ്ങനെയുള്ളതായിരിക്കും? ആത്മീയ കാര്യങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുക, അല്ലാതെ ജസ്റ്റ് ലൗകികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കത്തില്ല. പകരം നമ്മൾ ആത്മീയമായ കാര്യങ്ങൾ മറ്റുള്ളവർക്കും, ഒന്നാമത്തെ കാര്യം ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന രീതിയിലും, അതുപോലെ മനുഷ്യർക്ക്, കേൾക്കുന്ന ആൾക്കാർക്ക് ദൈവത്തെ അറിയാനും ദൈവത്തെ ഗ്രഹിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും ഉതകുന്ന രീതിയിലുള്ള ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള സംസാരമായിരിക്കും നമ്മളിൽ നിന്ന് വരുന്നത്. ആമേൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? എപ്പോഴും നമ്മൾ എല്ലായ്പ്പോഴും ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ജീവിക്കുക. ആമേൻ. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആവർത്തിച്ച് ദൈവം ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വല്ലപ്പോഴും പ്രാർത്ഥിക്കാനല്ല, നിരന്തരമായിട്ട് അനുനിമിഷം. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പോയ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, വ്യക്തിയാണ്. അപ്പൊ നമ്മുടെ പരിശുദ്ധാത്മാവ്, ദൈവമാകുന്ന ആത്മാവ് നമ്മളോടൊപ്പം ഉള്ളപ്പോൾ നമ്മൾ എപ്പോഴാണ് ആത്മാവിനോട് സംസാരിക്കേണ്ടത്? വല്ലപ്പോഴുമാണ്. നമ്മൾ ആലോചിച്ച് നോക്കാം. നമ്മളൊരു യാത്രയ്ക്ക് ഞാനും ബെന്നിയും കൂടെ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ തുടങ്ങുന്ന സമയത്ത് ഹായ് ബെന്നി, വന്നല്ലോ, നമുക്ക് പോവാം. പിന്നെ 6 മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷം ബായ് ബെന്നി, വന്നതിൽ നന്ദി, ഇത്രയും മാത്രം പറഞ്ഞാൽ മതിയോ? അങ്ങനെയുള്ള ആരുടെയെങ്കിലും കൂടെ ഇനി ഒരിക്കലെങ്കിലും പോകാൻ നമ്മൾ തയ്യാറാവോ? ഇല്ല. പകരം എന്ത് ചെയ്യും? ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മൾ നിരന്തരം ആ വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. അപ്പൊ അതുപോലെ നമ്മൾ പരിശുദ്ധാത്മാവെന്ന വ്യക്തി ദൈവമായിട്ട് നമ്മുടെ ആത്മാവിന്റെ രൂപത്തിൽ നമുക്കുള്ളിൽ വസിക്കുമ്പോൾ നമ്മൾ എപ്പോഴാണ് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കേണ്ടത്? വല്ലപ്പോഴാണോ? നിരന്തരമായിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് ജീവിക്കണം. അപ്പൊ അനുനിമിഷം പരിശുദ്ധാത്മാവായിട്ട് ഫെലോഷിപ്പ് ചെയ്ത് വേണം നമ്മൾ ജീവിക്കാൻ. അപ്പോഴാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി തീരുക. കാരണം എന്താണ്? അപ്പോഴാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മൾ കേൾക്കാനും തയ്യാറാവും. നമ്മൾ പരിശുദ്ധാത്മാവിനോട് നന്ദി പറയും, പരിശുദ്ധാത്മാവിന്റെ സഹായം തേടും. നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ ശക്തിപ്പെടുത്താൻ നമ്മൾ പ്രാർത്ഥിക്കും, ചോദിക്കും, സഹായം ചോദിക്കും. ജ്ഞാനത്തിനും മറ്റു പല കാര്യങ്ങൾക്കും, ഇത് നമ്മുടെ തെറ്റായ മാർഗത്തിൽ നിന്ന് മാറി ദൈവികമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടി സഹായം തേടും. ആ സഹായം ലഭിക്കുമ്പോൾ നമ്മൾ അതിന് നന്ദി പറയും. അപ്പൊ എപ്പോഴാണ് നമ്മൾ പരിശുദ്ധാത്മാവായിട്ട് ഫെലോഷിപ്പ് ചെയ്യുന്നത്? 24/7 നമ്മൾ സകല സമയവും പരിശുദ്ധാത്മാവായിട്ട് ഫെലോഷിപ്പ് ചെയ്തവരായിത്തീരും. അപ്പൊ എന്തുവരും? നമ്മുടെ ജീവിതത്തിലാണെങ്കിലും സമാധാനവും ഉത്സാഹവും നിറഞ്ഞവരായിട്ട് തീരുകയും ചെയ്യും. അപ്പം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവെന്ന് പറയുന്നത് എങ്ങനെയുള്ളവനാണ്? ആത്മാവിനാൽ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ടവനാണ് ആത്മാവിൽ നിറഞ്ഞവൻ. ആമേൻ. സോ ഒരു ചോദ്യം, പല ആൾക്കാരും, അപ്പൊ ഒരു കാര്യം കൂടെ ഓർക്കണം. ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടാറുണ്ട്, ആത്മാവെ നിറയണമേ എന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താണ്? ആത്മാവ് വന്നിട്ടില്ലാത്ത രീതിയിലാണ്. അതുപോലെ പല പാട്ടുകളും തിയോളജിക്കലി റോങ് ആണ്, തെറ്റായിട്ടുള്ള പാട്ടുകളുണ്ട്. പക്ഷേ ഇതില് കുഴപ്പം എന്താണ്? പരിശുദ്ധാത്മാവ് എങ്ങനെയാണ്? ഒരു ശക്തിയല്ല, അല്ലെങ്കിൽ ഒരു ദ്രാവകമോ ഒരു പദാർത്ഥമോ അല്ല വന്ന് നിറയാനായിട്ട്. പറഞ്ഞ മനസ്സിലായോ? പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി ആയതുകൊണ്ട് എന്താണ്? പരിശുദ്ധാത്മാവ് ആ പരിപൂർണമായിട്ടുള്ള വ്യക്തി നമ്മളിൽ വസിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താണ്? The question is, you have all of him in you, but the question is how much of you he has. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പൂർണ്ണമായി നിങ്ങളിലുണ്ട്, പക്ഷെ ചോദ്യം ഇതാണ്, അവന് നിങ്ങളിൽ എത്രത്തോളം നിയന്ത്രണം ഉണ്ട് എന്നതാണ്. ആമേൻ. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവൻ എന്ന് പറയാൻ കാരണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ വന്നെന്നിൽ നിറയണമേ എന്നുള്ളതിനേക്കാൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. പക്ഷെ പ്രധാനമായിട്ടുള്ള എന്താണ്? എൻ്റെ ജീവിതത്തിലുള്ള സകല കാര്യങ്ങളിലും നിന്റെ നിയന്ത്രണത്തിലാക്കാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ താഴ്മയാൽ നിറയ്ക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന. ആമേൻ. കാരണം പരിശുദ്ധാത്മാവ് വ്യക്തി ആയതുകൊണ്ട് പരിശുദ്ധാത്മാവ് പൂർണ്ണമായും നമ്മളിലുണ്ട്. പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളിലുള്ള കൺട്രോൾ പരിശുദ്ധാത്മാവിന് കൊടുക്കണം. ആമേൻ. അപ്പൊ ഇതുപോലെ ഇത്തരം കാര്യങ്ങൾ അറിയാത്ത ആൾക്കാർ പല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിന് നല്ല ഈണം ഉണ്ടാവും, പല നല്ല
പാടാൻ നല്ല സുഖമായിരിക്കും, പക്ഷേ പലപ്പോഴും അർത്ഥത്തിൽ തെറ്റായിരിക്കും. സോ വി ഷുഡ് ചൂസ് ദ റൈറ്റ് സോങ്സ് ടു സിങ്, അതർവൈസ് വി ആർ റോങ്. സോ ചാൾസ് സ്റ്റാൻലി എന്നുള്ള വ്യക്തി ഈ പുസ്തകം നമ്മൾ എല്ലാവർക്കും തന്ന ആ പുസ്തകം അതിലെഴുതിക്കുന്ന ഒരു കാര്യമുണ്ട്. സറണ്ടർ ഈസ് എൻ എസെൻഷ്യൽ ബിക്കോസ് സ്പിരിറ്റ് ഫിൽഡ് ലൈഫ് ഈസ് എ റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് നോട്ട് എ മിലിറ്ററി മിഷൻ വേർ വി ആർ ഹാൻഡഡ് ആൻ അസൈൻമെന്റ് ആൻഡ് എക്സ്പെക്ടഡ് ടു ക്യാരി ഇറ്റ് ഓൺ അവർ ഓൺ. ആമേൻ. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളത് ഒരു സറണ്ടർ, അല്ലെങ്കിൽ ദൈവത്തോട് പരിശുദ്ധാത്മാവിനോട് കീഴടങ്ങുക എന്നുള്ളതാണ്. കാരണം ഇതൊരു റിലേഷൻഷിപ്പാണ്, ഒരു ജീവിതം, പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു ജീവിതമാണ്. അത് മിലിറ്ററിയിൽ നമ്മൾക്ക് ആരെങ്കിലും കൽപ്പിക്കുന്ന പോലെ ഈ കാര്യം ചെയ്യേ എന്ന് പറയുന്ന പോലുള്ള ഒരു ജസ്റ്റ് ഒരു 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 കമാൻഡ് മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമ്മൾ ഒരുമിച്ച് ഒരു പാർട്ട്ണർഷിപ്പായിട്ട് ദൈവിക കാര്യങ്ങൾ നിറവേറ്റുന്നതാണ്. ആമേൻ. So it's a moment by moment relationship characterized by dependency on the Holy Spirit. So surrender is the foundation upon which that unique relationship is built and maintained. അതായത് പരിശുദ്ധാത്മാവിലുള്ള ആശ്രയത്താൽ സവിശേഷമാക്കപ്പെടുന്ന ഓരോ നിമിഷവും നിലനിൽക്കുന്ന ബന്ധമാണ്. അത് ഈ അതുല്യമായ ബന്ധം കെട്ടിപ്പടുക്കുന്നതിനും നിലനിർത്തുന്നതിനുള്ള അടിത്തറയാണ് കീഴടങ്ങൽ. ആമേൻ. So only when we surrender ourselves, Holy Spirit can take control. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ടും നമ്മുടെ അനുവാദമില്ലാതെ നമ്മളെ നിയന്ത്രിക്കത്തില്ല. ആമേൻ. അതുകൊണ്ടാണ് ആൾക്കാർ പലർക്കും ഓരോ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചവരാണെങ്കിലും ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് ജീവിക്കുന്നത്. ചിലർ വീണ്ടും ചില കാര്യങ്ങൾ ലൗകികമായിട്ടും ചില കാര്യങ്ങൾ ആത്മീയമായിട്ടും ജീവിക്കുന്നു. അല്ലെങ്കിൽ ചില ആൾക്കാർ പൂർണ്ണമായിട്ടും ലൗകികമായിട്ട് ജീവിക്കുന്നവരുമുണ്ട്. ഇതിന്റെ എല്ലാം കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ കുറവുകൊണ്ടാണോ? അല്ല, പരിശുദ്ധാത്മാവ് പൂർണ്ണമായി എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നു. പക്ഷെ പ്രശ്നം എന്താണ്? അവർ ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കും. ഈ കാര്യം ഞാൻ ചെയ്തോളാം, ഈ കാര്യം പരിശുദ്ധാത്മാവിനെ നീ ചെയ്യാം. അങ്ങനെ ചില കാര്യങ്ങൾ മാത്രം പരിശുദ്ധാത്മാവിൽ സമർപ്പിക്കും, ചില കാര്യങ്ങൾ അവർ സ്വയമായിട്ട് ഹാൻഡിൽ ചെയ്യും. അപ്പൊ എന്ത് പറ്റും? നമ്മൾ സ്വയമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ പരാജയപ്പെടും. കാരണം എന്താണ്? നമ്മളാൽ സാധ്യമായ കാര്യമല്ല ദൈവികമായി ജീവിക്കുക എന്നുള്ളത്. ആമേൻ. അപ്പൊ ദൈവികമായിട്ട് നമ്മൾ ജീവിക്കണമെങ്കിൽ യേശു ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന ദൈവവചനപ്രകാരം ഉള്ള ഒരു ദൈവപുരുഷനായിട്ടോ ഒരു ദൈവസ്ത്രീയായിട്ടോ ദൈവമകനായിട്ടോ ദൈവമകളായിട്ടോ നമ്മൾ ജീവിക്കണമെങ്കിൽ ഇത് നമ്മളാൽ അസാധ്യമാണ്, മാനുഷികമായിട്ട് ഇത് അസാധ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നമ്മൾ കീഴടങ്ങണം, സമർപ്പിക്കണം, നമ്മുടെ ഓരോ കാര്യവും സമർപ്പിച്ചു കൊടുക്കണം. ഈ കാര്യത്തിൽ ഇപ്പൊ ഒരു ഉദാഹരണം നമ്മൾ ഓർത്ത് നോക്കാം. എനിക്കെങ്കിലും മുമ്പ് പെട്ടെന്ന് മുൻകോപം വരുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബലഹീനതകളുണ്ട്. അല്ലെങ്കിൽ തെറ്റായ ചിന്തകളോ മോശമായ ചിന്തകളോ അല്ലെങ്കിൽ ആൾക്കാരോട് ഉള്ള പെരുമാറ്റത്തിലോ അസൂയോ അല്ലെങ്കിൽ ഇതുപോലെ പല പല തെറ്റായ രീതികൾ നമുക്കുണ്ടായിരുന്നിരിക്കാം. പക്ഷെ ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, എന്റെ സ്വഭാവം ഇതാണ്, ഇത് മാറ്റി നിന്റെ സ്വഭാവം എന്നിൽ നിറയ്ക്കണമേ. അതിനുവേണ്ടി എന്നാൽ അസാധ്യമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവെ, നിന്റെ സഹായം ഇല്ലാതെ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് നിനക്കായി എൻ്റെ ഹൃദയവും ജീവിതവും ഞാൻ ഏൽപ്പിച്ചു തരുന്നു. നീ എന്നെ കൺട്രോൾ ചെയ്യണമേ, നീ എന്നെ നിയന്ത്രിക്കണമേ. എൻ്റെ ചിന്തയും എൻ്റെ മനോഭാവത്തെയും എൻ്റെ പെരുമാറ്റത്തെയും സംസാരത്തെയും എല്ലാം നീ നിയന്ത്രിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പരിപൂർണമായിട്ട് കൊടുക്കുമ്പോൾ അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. മാർക്ക് മൈ വേർഡ്സ്, യു വിൽ ഹാവ് ട്രമെൻഡസ് ചേഞ്ച് ഇൻ യുവർ ലൈഫ്. Things that you never thought you can do, you will start doing. That's the power of the Holy Spirit. പക്ഷെ അതിന് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവിലേക്ക് കൊടുക്കണം, എന്നാലേ അത് സാധിക്കൂ. Amen. So when we surrender, what happens? നമ്മൾ പരിപൂർണമായിട്ട് അങ്ങനെ സറണ്ടർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കീഴടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? Then we are in the path of righteousness because we are not led by our own self or the flesh but by the Spirit. അപ്പൊ നാം കീഴടങ്ങുമ്പോൾ, നമ്മുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവിന് നൽകുമ്പോൾ, അപ്പോൾ നാം നീതിയുടെ പാതയിലായിത്തീരും. കാരണം നമ്മെ നയിക്കുന്നത് നമ്മുടെ സ്വയമോ ജഡമോ അല്ല, മറിച്ച് ആത്മാവാണ്. അതാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജീവിതം. ആമേൻ. ഗലാത്യർ 6-ാമത്തെ അധ്യായത്തിൽ 7-8 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഡു നോട്ട് ബി ഡിസീവ്ഡ്, ഗോഡ് കനോട്ട് ബി മോക്ക്ഡ്. എ മാൻ റീപ്സ് വാട്ട് ഹി സോസ്. ഹൂവർ സോസ് ടു പ്ലീസ് ദ ഫ്ലെഷ് ഫ്രം ദ ഫ്ലെഷ് വിൽ റീപ് ഡിസ്ട്രക്ഷൻ. ഹൂവർ സോസ് ടു പ്ലീസ് ദ സ്പിരിറ്റ് ഫ്രം ദ സ്പിരിറ്റ് വിൽ റീപ് ഇറ്റേണൽ ലൈഫ്. വഞ്ചനപ്പെടാതിരിക്കുവിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും.
ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാതിരിക്കാൻ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ആമേൻ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മള് നമ്മള് ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. സോ ഹു ആർ സോസ് ടു പ്ലീസ് ദ സ്പിരിറ്റ് എന്ന് വെച്ചാൽ ആത്മാവിൽ വിതയ്ക്കുക എന്ന് വെച്ചാൽ എന്താണ്? ആത്മാവിന് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം സറണ്ടർ ചെയ്യുമ്പോൾ, നമ്മൾ ജീവിതം കൊടുക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ അതിനുവേണ്ടി തീരുമാനിച്ച് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുകയും പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തെ നൽകുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മൾ കൊയ്യും എന്ന് വെച്ചാൽ എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ഫലത്താൽ നിറഞ്ഞവരായി തീരും എന്നാണ്. ആമേൻ. സോ നമുക്ക് രണ്ട് രീതിയിലേ ജീവിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആവർത്തി ഞാൻ പറഞ്ഞതാണ്. വി ക്യാൻ ലീവ് അവർ ലൈഫ് ഐദർ ടു പ്ലീസ് ഓർ സാറ്റിസ്ഫൈ അവർ ഫ്ലെഷ്, ഓർ live in order to please and satisfy the spirit. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഒന്ന് എന്താണ്? നമ്മുടെ ജഡത്തെ തൃപ്തിപ്പെടുത്താനോ പ്രീതിപ്പെടുത്താനോ വേണ്ടി നമുക്ക് ജീവിക്കാം, അല്ലെങ്കിൽ ആത്മാവിനെ തൃപ്തിപ്പെടുത്താനോ പ്രീതിപ്പെടുത്താനോ വേണ്ടി ജീവിക്കാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. നമ്മളിപ്പോൾ ഗലാത്യരിൽ നമ്മൾ വായിച്ച കാര്യം, വി ക്യാൻ ഐദർ ലീവ് ടു പ്ലീസ് ദ ഫ്ലെഷ് ഓർ പ്ലീസ് ദ സ്പിരിറ്റ്. സോ വി ഷുഡ് മേക്ക് എ ചോയ്സ്. ഇത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? ഞാൻ ആരെ പ്രീതിപ്പെടുത്തണം, ആരെ തൃപ്തിപ്പെടുത്തണം? എൻ്റെ ജഡത്തെയാണോ ആത്മാവിനെയാണോ? അപ്പൊ ആത്മാവിൽ നിറഞ്ഞ വ്യക്തി എന്താണ് ചെയ്യുക? ഓരോ തീരുമാനം എടുക്കുമ്പോഴും ഓരോ കാര്യത്തിലും ചിന്തിക്കും, ഇത് എന്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്? എൻ്റെ ജഡത്തിന്റെ അഭിലാഷത്തെ പ്രീതിപ്പെടുത്താനാണോ, അതോ പരിശുദ്ധാത്മാവിന്റെ അഭിലാഷത്തെ പ്രീതിപ്പെടുത്താനാണോ? അപ്പൊ ഇങ്ങനെ ഇത് വലിയൊരു കാര്യമാണല്ലോ, വലിയൊരു ചേഞ്ചാണ് നമ്മൾ വരുത്തുന്നത്, അല്ലേ? കാരണം എന്താണ്? നമ്മൾ ഇതുവരെ ഉണ്ടായ ട്രെയിനിങ് എങ്ങനെയാണ്? ജഡത്തെ പ്രീതിപ്പെടുത്തുക. നമുക്കെല്ലാം എന്ത് താല്പര്യമുണ്ടോ, എന്ത് ആഗ്രഹമുണ്ടോ അത് അപ്പം തന്നെ നമ്മൾ സാധിക്കാൻ തക്കവണ്ണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നു, അല്ലേ? അതിനാർക്കും ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്ത് സന്തോഷം തരുന്നോ അത് നമ്മൾ ചെയ്യും, അല്ലേ? തെറ്റായ കാര്യമാണോ ശരിയായ കാര്യമാണോ, ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടോ, മറ്റുള്ളവർക്ക് വേദന ഉണ്ടാവുന്നുണ്ടോ, മറ്റുള്ളവർക്ക് കഷ്ടപ്പാടുണ്ടാവുന്നുണ്ടോ, ദൈവത്തിന് വേദനപ്പെടുത്തോ, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. എന്തായാലും നമ്മുടെ ചിന്ത, എനിക്ക് എങ്ങനെ സന്തോഷം കിട്ടും? അതാണ് നമ്മൾ ഇത്രയും കാലം ചെയ്തിരുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതരായിട്ട് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ അഭിലാഷത്തെ മാറ്റിവെച്ച്, ഇതുപോലുള്ള അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് വരും. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യും? ഇത് എൻ്റെ ആഗ്രഹമാണ്, ഇത് എൻ്റെ അഭിലാഷമാണ്, ഇത് ജഡത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് മാറ്റിവെച്ചിട്ട്, ഇല്ല, ഞാൻ പരിശുദ്ധാത്മാവിന്റെ അഭിലാഷം നിറവേറ്റാൻ തയ്യാറാണ് എന്ന് ചിന്തിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിലാഷം എന്താണെന്ന് വിവേചിച്ചറിഞ്ഞ് അത് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാണ്. അതിനെന്താണ് വേണ്ടത്? Why do we please the Spirit? This is a big change, isn't it? Changing from pleasing ourselves or seeking our own pleasure, we are seeking the pleasure of God or pleasure of the Holy Spirit. It's a big change. So why do we do that? There is only one reason, because we love God. അപ്പൊ ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രം, നമ്മളിൽ വസിക്കുന്ന ദൈവാത്മാവിനെ സ്നേഹിച്ചാൽ മാത്രമേ അവന്റെ ഹിതപ്രകാരം അവനെ പ്രസാദിപ്പിക്കാൻ നമ്മൾ ജീവിക്കത്തുള്ളൂ. Amen. So this is so important, because this is why, what is the greatest command in the Bible? Love the Lord your God with all your heart, with all your mind and with all your strength. അല്ലെ? ദൈവത്തെ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കൽപ്പന. അപ്പൊ ആ കൽപ്പന പ്രകാരം ദൈവം ആഗ്രഹിക്കുന്നതാണ്, നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആരെ പ്രീതിപ്പെടുത്തും? നമ്മൾ ഒരാളെ മാത്രമേ പ്രീതിപ്പെടുത്തും. നമ്മളെയല്ല, നമ്മളെ രക്ഷിച്ച, നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ വഴിതെറ്റിപ്പോയിട്ട് നമ്മളെ രക്ഷിച്ച ആ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമേ നമ്മൾ ജീവിക്കത്തുള്ളൂ. ആമേൻ. അപ്പൊ അവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിക്കാൻ, അതിനെന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ ഉപദേശപ്രകാരം പരിശുദ്ധാത്മാവിനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ, പ്രസാദിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം. ആമേൻ. അത് തന്നെയാണ് റോമർ 8-ാമത്തെ അധ്യായത്തിൽ 5 മുതൽ 8 വരെ കൂടെ പറഞ്ഞിരിക്കുന്നത്. Those who live according to the flesh have their mind set on what the flesh desires. But those who live in accordance with the Spirit have their minds set on what the Spirit desires. The mind governed by the flesh is death, but the mind governed by the Spirit is life and peace. The mind governed by the flesh is hostile to God. It does not submit to God's law, nor can it do so. Those who are in the realm of the flesh cannot please God.
ആമേൻ. ഒന്നുകൂടെ വായിക്കാം മലയാളത്തില്. പാപപ്രവണതയെ അനുസരിച്ച് ജീവിക്കുന്നവർ പാപകരമായ കാര്യങ്ങളെ പറ്റിയും ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവൻ ദൈവാത്മഹിതം നിറവേറ്റുന്നതിനെ പറ്റിയും ചിന്തിക്കും. ദൈവാത്മാവ് ഭരിക്കുന്ന മനസ്സ് ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു. പാപപ്രവണത ഭരിക്കുന്ന മനസ്സോ മരണകാരണമാകും. കാരണം പാപപ്രവണത ഭരിക്കുന്ന മനസ്സ് ദൈവത്തിന് വിരോധമായുള്ളതാണ്. അത് ദൈവിക പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. പാപപ്രവണതയാൽ നിയന്ത്രിക്കപ്പെടുന്നവർക്ക് ദൈവത്തെ പ്രസാദിക്കാൻ കഴിയുകയുമില്ല. ആമേൻ. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. കാരണം ഇത് എൻ്റെ അഭിപ്രായമല്ല, വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കീഴടങ്ങണം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് കീഴടങ്ങണം, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കുന്നവരായി തീരണം എന്ന് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അപ്പൊ ഇവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് ജീവിക്കാം. ഒന്ന്, നമ്മൾ പാപപ്രവണതയെ അനുസരിച്ച് ജീവിക്കാം. അപ്പൊ പാപമാവും നമ്മളെ നയിക്കുന്നതും, പാപമാണ് നമ്മളെ നിയന്ത്രിക്കുന്നതും, പാപമാണ് നമ്മളെ ഭരിക്കുന്നതും. നേരെ തിരിച്ച് അങ്ങനെ ജീവിക്കുന്നവർക്ക് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം ജീവിക്കാൻ സാധ്യമല്ല. നേരെ തിരിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ ദൈവാത്മഹിതം നിറവേറ്റുന്നതിനെ പറ്റിയും ചിന്തിക്കുന്നു. ഇവിടെ നോക്കുക, ദൈവത്തിന്റെ ഹിതം നമ്മളെപ്പോഴും പറയാറുണ്ട്, ദൈവഹിതം നിറവേറ്റണം, ദൈവഹിതപ്രകാരം ജീവിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ദൈവാത്മഹിതം, അതായത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവാത്മഹിതം. ആ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തും എന്താണ് ദൈവഹിതം എന്നുള്ളത്. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി. നമ്മളിൽ എന്താണ് ദൈവഹിതം എന്ന് നമുക്ക് വെളിപ്പെടുത്തുക. പക്ഷെ അത് ചെയ്യേണ്ടത്, അത് വെളിപ്പെടുത്തി കഴിഞ്ഞ ശേഷം അത് സ്വീകരിച്ച് അനുസരിക്കാനുള്ള ചിന്ത, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആമേൻ. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നു 6ാമത്തെ വാക്യത്തിൽ, ദൈവാത്മാവ് ഭരിക്കുന്ന മനസ്സ് ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്ന് വെച്ചാൽ എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മളെ ഭരിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളിലാണ്? നമ്മുടെ സകല കാര്യങ്ങളും, നമ്മുടെ ചിന്തയും മനോഭാവവും പെരുമാറ്റവും, നമ്മുടെ ജോലിയോ പ്രവൃത്തികളോ സമ്പത്തോ, എല്ലാ കാര്യങ്ങളും, നമ്മുടെ ബന്ധങ്ങളും, എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിന് നിയന്ത്രിക്കാൻ, പരിശുദ്ധാത്മാവ് ഭരിക്കാൻ തക്കവണ്ണം നമ്മൾ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ഏത് രീതിയിലായിരിക്കും? പാപപ്രകാരമായിട്ടുള്ള ജീവിതം ആയിരിക്കത്തില്ല. നേരെ തിരിച്ച് ദൈവഹിതപ്രകാരമുള്ള ജീവിതം ജീവിച്ച് ആത്മാവിന്റെ ഫലത്താൽ നിറഞ്ഞവരായിട്ട് യേശുവിനെ പോലെ അനുദിനം രൂപാന്തരപ്പെടുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. ആമേൻ. സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സോ മൈൻഡ്സ് ഷുഡ് ബി സെറ്റ് ഓൺ വാട്ട് സ്പിരിറ്റ് ഡിസൈഡ്സ്. നമ്മുടെ മനസ്സ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന കാര്യത്തിലായിരിക്കണം നമ്മുടെ മനസ്സ് വയ്ക്കേണ്ടത്. ആമേൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇതെങ്ങനെ സാധിക്കും? വി ഗോട്ട് റിമെമ്പർ, ഒരു കാര്യം നമ്മൾ ഓർക്കണം, എവ്രി വൺസ് മൈൻഡ് ഈസ് സെറ്റ് ഓൺ സംതിങ്. സെറ്റ് ഓൺ വാട്ട്? സെറ്റ് ഓൺ ഡിസയേഴ്സ്. അല്ലേ? നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു കാര്യത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്താണ്? അഭിലാഷങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങളിൽ ആണ്. എയ്തർ അവർ മൈൻഡ് ഈസ് സെറ്റ് ഓൺ വാട്ട് ദ ഫ്ലഷ് ഡിസയേഴ്സ് or what the spirit desires. We can't have both. Only by giving up one we choose the other. അതായത് എല്ലാവരുടെയും മനസ്സ് എന്തിലെങ്കിലും ഉറച്ചിരിക്കുന്നത് എന്തിലാണ്? ആഗ്രഹങ്ങളിൽ. ആമേൻ. ഇപ്പൊ ഈ ആഗ്രഹങ്ങൾ വളരെ പവർഫുൾ ആണ്, അല്ലെങ്കിൽ അഭിലാഷങ്ങൾ വളരെ പവർഫുൾ ആണ്. അല്ലെ? നമ്മൾ എന്തെങ്കിലും അഭിലാഷപ്പെട്ടാൽ, എന്തെങ്കിലും ആഗ്രഹിച്ചാൽ എന്താണ് കാര്യം? എന്ത് ചെയ്തും അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അല്ലെ? നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് നമ്മൾ മനസ്സ് വെച്ചാൽ അതിനുവേണ്ടി എന്തും ചെയ്യാൻ ആൾക്കാർ തയ്യാറാവും. അല്ലേ? പിന്നെ നമ്മൾ ഒളിമ്പിക്സിൽ അല്ലെങ്കിൽ സ്പോർട്സിൽ വിൻ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ നമ്മൾ വളരെ വിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ആഗ്രഹിച്ചാൽ, ക്രിക്കറ്റിലോ ഫുട്ബോളിലോ ഏതെങ്കിലും ഒരു കാര്യത്തിലായിക്കോട്ടെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ത്യാഗവും ചെയ്ത് എത്രമാത്രം പരിശ്രമിക്കാനും എത്രമാത്രം പരിശീലനം ചെയ്യാനും നമ്മൾ തയ്യാറാവും. അതുപോലെയാണ് ആൾക്കാർ ഏത് കാര്യത്തിലും, അല്ലെ? തെറ്റായ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി, അത് നേടാൻ വേണ്ടി എന്തും ചെയ്യും. എന്ത് ശിക്ഷ കിട്ടുമെന്ന് അറിഞ്ഞാലും ആൾക്കാർ അത് ചെയ്യാനായിട്ട് തയ്യാറാവും. അപ്പൊ എല്ലാവരും നിയന്ത്രിക്കപ്പെടുന്നത് ഒരു കാര്യത്താലാണ്. എന്താണ്? ആഗ്രഹങ്ങളാൽ അല്ലെങ്കിൽ അഭിലാഷങ്ങളാൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അഭിലാഷങ്ങളെല്ലാം ശരിയാകണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഫ്ലഷ് അല്ലെങ്കിൽ ജഡത്തിന്റെ അഭിലാഷമായിരിക്കാം ചിലപ്പം ജഡത്തിന്റെ അഭിലാഷമാണെങ്കിൽ
അത് നേടാൻ വേണ്ടി നമ്മൾ പരിപൂർണമായി ശ്രമിക്കും. അപ്പോൾ നമ്മൾ എന്ത് പറ്റും? പാപകരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മൾ എന്തെല്ലാം പാപങ്ങൾ ചെയ്തിരിക്കുന്നു. അതിന്റെ എല്ലാം കാരണം എന്തായിരുന്നു? നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും, ജഡപ്രകാരമുള്ള അഭിലാഷങ്ങളാണ് നമ്മളെ പാപത്തിലേക്ക് നമ്മളെ നയിച്ചത്. ആമേൻ. അപ്പൊ നമ്മുടെ മനസ്സ് ജഡം ആഗ്രഹിക്കുന്നതിലാണ്, അല്ലെങ്കിൽ ആത്മാവ് ആഗ്രഹിക്കുന്നതിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് രണ്ട് കാര്യത്തിൽ ഒന്നിലാണ് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ജഡത്തിന്റെ ആഗ്രഹത്തിലാണ് നമ്മുടെ മനസ്സ് ഉറപ്പിച്ചിരിക്കുന്നതെങ്കിൽ ജഡികമായിട്ടുള്ള ജീവിതം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. പാപവും ദുഷ്ടകരമായ കാര്യങ്ങളെ നമ്മൾ ചെയ്യത്തുള്ളൂ. അപ്പൊ ഏത് കാര്യം, ഈ അഭിലാഷങ്ങളുടെ ഒരു കാര്യം, ഇത് രണ്ടും ഉണ്ടാകത്തില്ല. ഒന്ന് ഉപേക്ഷിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് മറ്റൊന്ന് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആമേൻ. സോ അപ്പൊ ആത്മാവിനാൽ നിറഞ്ഞവരായി തീരണമെങ്കിൽ ജഡത്തിന്റെ ആഗ്രഹങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാനും ആത്മാവിന്റെ ആഗ്രഹങ്ങൾ സ്വീകരിക്കാനും അത് നിറവേറ്റാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. അതാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നത്. ഇതൊരു കീഴടങ്ങിയ ജീവിതമാണ്. എന്തിൽ കീഴടങ്ങണം? ആത്മാവിൽ കീഴടങ്ങണം. ആമേൻ. സോ where we set our desire is based on whom we love. This is very important. നമ്മൾ ആരെ സ്നേഹിക്കുന്നു, ഏത് വ്യക്തിയെ സ്നേഹിക്കുന്നു, അത് അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ തീരുമാനിക്കുന്നത്. ആമേൻ. സോ അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഞാൻ എന്നെ മാത്രം സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്ത് പറ്റും? എന്റെ അഭിലാഷങ്ങൾക്കാണ് ഞാൻ മുഖ്യത്വം കൊടുക്കുക. ആത്മാവ് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ടാവും, വിലപിക്കുന്നുണ്ടാവും, കേണപേക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ആ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് തയ്യാറല്ല. എത്ര പറഞ്ഞാലും നമ്മൾ നമ്മുടെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ വേണ്ടി, തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവും. അത് പരിശുദ്ധാത്മാവ് ഇല്ലാഞ്ഞിട്ടല്ല, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കഞ്ഞിട്ടല്ല, പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കാഞ്ഞിട്ടല്ല. വരണമേ നമ്മൾ പാടേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് ഓൾറെഡി വന്നു കഴിഞ്ഞു. പക്ഷെ പ്രശ്നം എന്താണ്? എൻ്റെ ആഗ്രഹം, ഞാൻ യേശുവിനെ, പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാത്തത് കൊണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ ഉപരിയായിട്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ പ്രകാരം ഞാൻ ജീവിക്കുന്നു. അതിന് ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എന്നെ തന്നെ വേണം കുറ്റപ്പെടുത്താനായി. ആമേൻ. അപ്പൊ നമ്മൾ ഒന്നുകിൽ ദൈവത്തെ സ്നേഹിക്കാം, അല്ലെങ്കിൽ നമ്മളെ തന്നെ സ്നേഹിക്കാം. അല്ലെ, ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മുടെ അഭിലാഷങ്ങളെല്ലാം ദൈവഹിതമായിട്ടുള്ളത് ആയിരിക്കും. സോ ദിസ് ഇസ് ലൈക്ക് എ മാരേജ് റിലേഷൻഷിപ്പ് അല്ലേ? നമുക്കറിയാം, ഒരു വ്യക്തി വിവാഹം ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുക? നമ്മുടെ ഇതുവരെ നമുക്ക് പല അഭിലാഷങ്ങളും പല ആഗ്രഹങ്ങളും ഒക്കെ, പല സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറ്റും? നമ്മൾ വിവാഹം ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മൾ വിവാഹിതനാകുന്ന അല്ലെ വിവാഹിതയാകുന്ന നമ്മുടെ സ്പൗസ്, നമ്മുടെ പങ്കാളിക്ക് എന്ത് അഭിലാഷങ്ങളുണ്ടോ ആഗ്രഹങ്ങളുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും മാറ്റം വരുത്താനായിട്ട് തയ്യാറാവും അല്ലേ? അപ്പൊ അതുപോലെ നമ്മുടെ മണവാളനാരാണ്? യേശു ക്രിസ്തുവാണ്. ആമേൻ. യേശു ക്രിസ്തു നമ്മളോട് വളരെ വളരെ നല്ല ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു അതുകൊണ്ടാണ് മണവാളൻ നമ്മളെ മണവാട്ടി എന്ന് പറയാനായിട്ട് കാരണം. ആമേൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അഭിലാഷങ്ങൾ, ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ജഡികമായിട്ടുള്ള സകല അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും നമ്മൾ സറണ്ടർ ചെയ്തിട്ട്, അത് ഉപേക്ഷിച്ചിട്ട്, യേശുവെ നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നല്ലോ, നിന്റെ മണവാട്ടി ആകാൻ എത്ര വലിയ അനുഗ്രഹമാണ് എനിക്ക് നൽകിയിരിക്കുന്നുള്ള ആ സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി യേശുവിനെ സ്നേഹിക്കുന്നതിനാൽ നമ്മുടെ അഭിലാഷങ്ങൾ മാറ്റിവെച്ച് അത് പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് യേശുവിന്റെ അഭിലാഷങ്ങൾക്ക് കീഴടങ്ങാൻ നമ്മൾ തയ്യാറാവും. ആമേൻ. അപ്പൊ ആ യേശുവിന്റെ അഭിലാഷങ്ങളായിരിക്കണം നമ്മളെ നിയന്ത്രിക്കേണ്ടത്. അതാണ് ആത്മാവിനാൽ നിറഞ്ഞ ജീവിതം. ഇപ്പൊ ഗലാത്യർ 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അറിയാവുന്ന വാക്യമാണ്, 22 മുതൽ 26 വരെയുള്ള വാക്യത്തിൽ. എന്നാൽ ആത്മാവിന്റെ ഫലം സ്നേഹം, ആനന്ദം, സമാധാനം, ദീർഘക്ഷമ, ദയ, ഉദാരത, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിവയാണ്. ഇവയ്ക്കെതിരായി ഒരു ന്യായപ്രമാണവും ഇല്ല. എന്നാൽ ക്രിസ്തുയേശുവിനുള്ളവർ മനുഷ്യ സഹജമായ പ്രവൃത്തികളെ അതിന്റെ എല്ലാവിധ ഭോഗാവിലാസങ്ങളോടും കൂടി ക്രൂശിച്ചിരിക്കുന്നു. നാം ആത്മാവിനാൽ ജീവിക്കുന്നവരായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആത്മനിയന്ത്രിതമായിരിക്കണം. നാം അഹംഭാവികളായി പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും മത്സരിക്കുന്നവരും ആകരുത്. ആമേൻ. സോ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, നമുക്ക് ആദ്യത്തെ ഭാഗം നമ്മൾ എല്ലാവരും പഠിച്ച കാര്യമാണ്, ആത്മാവിന്റെ ഫലം. ഇതെല്ലാവർക്കും വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് എങ്ങനെ വരും? അതിനുള്ള മാർഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ക്രിസ്തുയേശുവിനുള്ളവർ, 24-ാമത്തെ വാക്യത്തിൽ, മനുഷ്യ സഹജമായ പ്രവൃത്തികളെ അതിന്റെ എല്ലാവിധ ഭോഗാവിലാസങ്ങളോടും കൂടി, അതായത് അതിന്റെ എല്ലാവിധ അഭിലാഷങ്ങളോടും കൂടി ക്രൂശിച്ചിരിക്കുന്നു. ആമേൻ. ഇന്ന് അതാണ് നമ്മളോട് ചോദിക്കേണ്ട കാര്യം.
ഞാൻ എൻ്റെ അഭിലാഷങ്ങൾ, മാനുഷികമായിട്ടുള്ള ജഡപ്രകാരമായ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഞാൻ ക്രൂശിച്ചുവോ, അതായത് അതിനെ ഞാൻ നശിപ്പിച്ചുവോ എന്ന് നമ്മൾ ആലോചിച്ചു. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമല്ല. ജഡത്തിന്റെ അഭിലാഷവും പരിശുദ്ധാത്മാവിന്റെ അഭിലാഷവും ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമല്ല, ഒരുമിച്ച് നിറവേറ്റാൻ സാധ്യമല്ല. ഒന്ന് മരിച്ചാലേ, ഒന്ന് തള്ളിക്കളഞ്ഞാലേ മറ്റതിന് സ്ഥാനമുള്ളൂ. Amen. Amen, brothers and sisters. We cannot have two masters. You have to hate one and only then you can love the other. That's what Jesus said. അല്ലേ? ഒന്നിനെ വെറുത്താൽ, നമുക്ക് രണ്ട് യജമാനന്മാരുണ്ടാകാൻ സാധ്യമല്ല. ഒന്നിനെ വെറുത്താലേ മറ്റൊന്നിനെ സ്നേഹിക്കാൻ സാധിക്കൂ എന്ന് യേശു പറഞ്ഞു. അതുപോലെയാണ്, നമ്മളെ ആണ് കൂടുതൽ സ്നേഹിക്കുന്നതെങ്കിൽ നമ്മുടെ അഭിലാഷങ്ങൾക്ക് നമ്മൾ മുഖ്യത്വം കൊടുക്കും. അപ്പോൾ നമ്മൾ ജഡപ്രകാരം ജീവിക്കും. നമ്മൾ ആത്മാവ് നിറഞ്ഞവരായിട്ട് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നേരെ തിരിച്ച് ഇതിൽ പറയുന്നത്, നമ്മൾ യേശു ക്രിസ്തുവിനായിട്ടുള്ളവരാണെങ്കിൽ, നമ്മൾ യേശു ക്രിസ്തുവിലാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ മനുഷ്യ സഹജമായ സകല അഭിലാഷങ്ങളെയും നമ്മൾ ക്രൂശിക്കും. അപ്പോഴേ ആത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോഴാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ ഫലം നമ്മളിൽ ഉണ്ടാവുക. ഏമേ. അപ്പൊ നമ്മൾ പല ആൾക്കാരും കംപ്ലൈന്റ് ചെയ്യും, എനിക്കെന്താ ആത്മാവിന്റെ ഫലം ഇല്ലാത്തത്, എനിക്കെന്ത് കുറവാണ്, പരിശുദ്ധാത്മാവ് എന്താണ് എന്നിൽ പ്രവർത്തിക്കാത്തത്? പരിശുദ്ധാത്മാവിന് ശക്തി കുറഞ്ഞിട്ടൊന്നുമല്ല. ഒരേ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചില ആൾക്കാർ നല്ലവരായിട്ടും ചില ആൾക്കാർ ചീത്തവരായിട്ടും ജീവിക്കുന്നതിന് കാരണം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ കുറ്റമല്ല. ആര് അവന്റെ സ്വന്തം അഭിലാഷങ്ങളെ ക്രൂശിച്ച് ആത്മാവിന് തന്റെ നിയന്ത്രണം, നമ്മുടെ അഭിലാഷങ്ങളുടെ നിയന്ത്രണം ആത്മാവിന് കൊടുക്കുന്നുവോ, അവർ ആത്മാവിനാൽ നിയന്ത്രിതരായിട്ട് ആത്മാവിൽ നിറഞ്ഞവരായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. ആമേൻ ബ്രദേഴ്സ്. അപ്പൊ അതുകൊണ്ടാണ് 25-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കുക. നാം ആത്മാവിനാൽ ജീവിക്കുന്നവരായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നിയന്ത്രിതമായിരിക്കണം. ആമേൻ. അപ്പൊ നമ്മുടെ എല്ലാ മേഖലകളും, എവറി ആസ്പെക്ട് ഓഫ് അവർ ലൈഫ് ഹാസ് ടു ബി കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ എല്ലാ മേഖലകളും, കുറച്ച് മേഖലകളല്ല, എല്ലാ മേഖലകളിലും, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ മേഖലകളിലും ആത്മാവ് നിയന്ത്രിതമായിരിക്കണം. അതാണ് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതം, അല്ലെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ ജീവിതം എന്ന് പറയുന്നത്. ആമേൻ. സോ വൺസ് വി ആർ ഇൻ ക്രൈസ്റ്റ്, we have crucified our selfish with our passions and desires. അതായത് ക്രിസ്തുവിലായി കഴിഞ്ഞാൽ നമ്മൾ ജഡത്തിന്റെ വികാരങ്ങളെയും ആഗ്രഹങ്ങളോടും കൂടി അത് ക്രൂശിക്കണം. എന്നാലേ ആത്മാവിൽ ജീവിക്കാൻ. അതിന്റെ അർത്ഥം ആത്മാവിനോടൊപ്പം ചുവട് വയ്ക്കുക, വാക്ക് ഇൻ സ്റ്റെപ്പ് വിത്ത് ദ സ്പിരിറ്റ് ഓർ ഫോൾ ഇൻ ലൈൻ വിത്ത് ദ സ്പിരിറ്റ് എന്ന് വെച്ചാൽ ആത്മാവിനോട് യോജിച്ചു പോകുക എന്നാണ്. എങ്ങനെ യോജിക്കാൻ സാധിക്കും? നമ്മൾ ആത്മാവിനെ, ആ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവന്റെ ഹിതപ്രകാരം, അവന്റെ അഭിലാഷങ്ങളോട് യോജിച്ച് നമ്മൾ പോകും. ആത്മാവിനെ യോജിച്ച് നടക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരേ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുക. ആത്മാവിന്റെ ആഗ്രഹവും എൻ്റെ ആഗ്രഹവും ഒന്നാകുമ്പോൾ നമ്മൾ ആത്മനിയന്ത്രിതരായി തീരും. ആത്മാവിനാൽ നിറഞ്ഞവരായിട്ട് നമുക്ക് തീരാനായിട്ടും സാധിക്കും. ആമേൻ. അപ്പൊ അതിന് വേണ്ടത് എന്താണ്? സ്നേഹം. നമ്മൾ യേശുവിനെ, പരിശുദ്ധാത്മാവിനെ, ദൈവത്തെ പൂർണ്ണമായ ഹൃദയത്തോടെ സ്നേഹിച്ചാൽ നമ്മുടെ അഭിലാഷങ്ങൾക്ക് നമ്മൾ വില കൊടുക്കത്തില്ല. നേരെ തിരിച്ച് ദൈവത്തിന്റെ അഭിലാഷങ്ങൾക്ക് നമ്മൾ വില കൊടുക്കുക. ആമേൻ. So it is listening to the promptings of the Spirit moment by moment and following it. അതാണ് ആത്മാവിനാൽ നിയന്ത്രിതരായിട്ട്, അല്ലെങ്കിൽ ആത്മാവിനാൽ എങ്ങനെ നിറയപ്പെടാൻ സാധിക്കും. ഇത് വല്ലപ്പോഴും ഒരിക്കലല്ല, എല്ലാ നിമിഷവും, അനുനിമിഷം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഉപദേശവും പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾ, പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ, ഞാൻ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് വ്യക്തി ആയതുകൊണ്ട് എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉപദേശവും പ്രോത്സാഹനവും ഗൈഡൻസും എപ്പോഴും അനുനിമിഷം നൽകിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ഒരിക്കലും സൈലന്റ് അല്ല. പക്ഷേ പ്രശ്നം എന്താണ്? നമ്മൾ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നില്ല, കേട്ടാലും അതനുസരിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സ്വയം നിയന്ത്രിതരായിട്ട് നമ്മൾ ജഡപ്രകാരം ജീവിച്ച്, ജഡാഭിലാഷ പ്രകാരം നമ്മൾ ജീവിച്ച് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത്. ആമേൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചിന്തിക്കണം? ആർ വി listening to the promptings of the Holy Spirit? പരിശുദ്ധാത്മാവ് നമ്മളോട് ചെയ്യുന്ന പ്രേരണകൾ, നമ്മളോട് സംസാരിക്കുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ടോ? നമ്മൾ ആ പ്രേരണകൾക്ക് നമ്മൾ ചെവി കൊടുക്കുന്നുണ്ടോ? അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതെപ്പോഴാണ്? വല്ലപ്പോഴും അല്ല പരിശുദ്ധാത്മാവോട് സംസാരിക്കുക, രാവിലെ വൈകിട്ടും മാത്രമല്ല, അനുനിമിഷം നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനോട് സ്നേഹം ഉണ്ടെങ്കിൽ അവന് നമ്മൾ ചെവി കൊടുക്കും. അവന്റെ ഉപദേശങ്ങൾ കേൾക്കാനും അത് അനുസരിക്കാനും, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മൾ അനുസരിക്കാനും തയ്യാറാവും. അപ്പോഴാണ് നമ്മൾ ആത്മീയമായിട്ട് വളരാനും
പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരം ജീവിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുക. ആമേൻ. അപ്പൊ അത് നമ്മൾ ശ്രമിക്കുമ്പോൾ ആ ശ്രമം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ആമേൻ. അപ്പൊ അത് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഓരോ നിമിഷവും അപ്പൊ നല്ല കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നവരായിത്തീരും. നന്മ പ്രവർത്തിക്കുന്നതിനാൽ നമ്മളിൽ സമാധാനവും സന്തോഷവും നിറയും. അപ്പൊ നമ്മളിൽ സമാധാനം സന്തോഷം നിറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും അത് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. ആമേൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിൽ അനുനിമിഷം കൂടുതൽ കൂടുതൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതരായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആമേൻ. അപ്പൊ അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ പഠിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിനാൽ എങ്ങനെ നയിക്കപ്പെടാം, നിയന്ത്രിക്കപ്പെടാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിന്റെ കണ്ടിന്യൂവേഷനും കുറച്ച് കാര്യങ്ങൾ ഇതിൽ തന്നെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അടുത്ത ആഴ്ച റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അവസാനമായിട്ടുള്ള ഒരു കാര്യം, ഇന്ന് നമ്മളിപ്പോൾ ബ്രേക്ക് ഔട്ട് റൂം ഉണ്ട്. ആ ബ്രേക്ക് ഔട്ട് റൂമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഇതാണ്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാൻ പഠിക്കുന്ന ഈ പാഠങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ പുരോഗതി എന്തൊക്കെയാണ്? What are some things that we have been learning and what progress we are making in our life because we are learning these classes. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ദാനങ്ങൾ അല്ലെങ്കിൽ വരങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച വരങ്ങളെക്കുറിച്ച്, ആ ദാനങ്ങൾ അല്ലെങ്കിൽ വരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെ സേവിക്കാൻ പദ്ധതിയിടുന്നു, എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തു. മൂന്നാമത്തെ കാര്യം, ആത്മാവിനാൽ നിറയപ്പെടുന്നതിനെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? അടുത്ത കാര്യം, ആത്മാവിനാൽ നിറയപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമോ? അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണ് വേണ്ടത്? ആമേൻ. അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് ബ്രേക്ക് ഔട്ട് റൂമിലേക്ക് പോയിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. ഈ കാര്യം ഞാനിതിൽ നമ്മുടെ ഇത് ചാറ്റിൽ ഞാനിത് ഷെയർ ചെയ്യാം. അപ്പൊ വി ക്യാൻ ഗോ ടു ദ ബ്രേക്ക് ഔട്ട് റൂം ആൻഡ് ഷെയർ ദീസ് തിങ്സ്. ആമേൻ.